വിശുദ്ധ ലൂക്കാ സുവിശേഷം അധ്യായം 9. അക്കാലത്ത് ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പ്രവൃത്തികളിൽ വിസ്മയഭരിതരായിരിക്കുമ്പോൾ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഈ വചനം നിങ്ങളിൽ ആഴമായി പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. അവർക്ക് ഈ വചനം മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാകുവാൻ കഴിയാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. അതേപ്പറ്റി യേശുവിനോട് ചോദിക്കുവാൻ അവർ ഭയപ്പെട്ടു. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു ദൗത്യത്തെ ധ്യാനിക്കാം. വിശുദ്ധ ബൈബിളിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന അനേക യാഥാർത്ഥ്യങ്ങളിലൊന്ന് ക്രിസ്തുവിൻ്റെ മരണവും ഉത്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം ശിഷ്യന്മാർക്ക് മനസ്സിലാകാതെ പോകുന്നു. മറ്റെല്ലാ സാഹചര്യങ്ങളിലും അവർ യേശുവിനെ മനസ്സിലാക്കുന്നുണ്ട്. 5 അപ്പം 5000 നൽകിയപ്പോൾ ആ ജനത്തിന് യേശുവിനെ മനസ്സിലായി എന്നാണ് സുവിശേഷം എഴുതിയിരിക്കുക. രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും അവർക്ക് മനസ്സിലായി. മരിച്ചവരെ ഉയർപ്പിച്ചപ്പോഴും രൂപാന്തരപ്പെട്ടപ്പോഴും അവിടുന്ന് നൽകിയ പഠനങ്ങളിൽ, അവിടുത്തെ ജീവിത വഴികളിൽ അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ മാത്രം അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നില്ല. ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന യാഥാർത്ഥ്യം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നൊമ്പരങ്ങളുടെയും അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുക, നഷ്ടങ്ങൾ ഉണ്ടാവുക, ശാരീരിക മാനസിക ബദ്ധകൾ ഉണ്ടാവുക? അതിന് മാത്രം നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല. എന്നാൽ സുവിശേഷം യേശു ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഈ വചനങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുവിൻ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ആഴത്തിൽ പതിയട്ടെ. ഈ ലോക ജീവിതത്തിൽ നമ്മൾ കഷ്ടതകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അത് യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കുവാനും അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ തിരിച്ചറിയുവാനുമുള്ള ഓർമ്മപ്പെടുത്തലാണത്. ക്രിസ്തു കഷ്ടതകൾ സഹിച്ചുകൊണ്ടാണ് രക്ഷയുടെ മഹത്വം ഭൂമിക്ക് നൽകിയത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഓരോ മനുഷ്യൻ്റെയും വേദനയുടെ പിന്നിലും രക്ഷയുടെ അടയാളമുണ്ട്, ബലമുണ്ട്. കുരിശില്ലാതെ ക്രിസ്തുവിനെ ദർശിക്കാനാകാത്തതുപോലെ ജീവിതത്തിൻ്റെ സഹനമില്ലാതെ ആരെയും വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. നാം സഹിക്കുമ്പോൾ, നൊമ്പരപ്പെടുമ്പോൾ ഓർക്കുക, ആരോ എവിടെയോ രക്ഷ നേടുന്നുണ്ട്, മാനസാന്തരപ്പെടുന്നുണ്ട്, വീണ്ടെടുപ്പെട്ട മക്കളായി രൂപാന്തരപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ത്യാഗത്തിലൂടെ ഭൂമിയിൽ അപരന് രക്ഷയും വീണ്ടെടുപ്പും ലഭ്യമാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ നിസ്സാര സഹനങ്ങളെ പ്രതി നമുക്ക് കൂടുതൽ പരിഭവം പറയാതിരിക്കാം. കാരണം എന്തെന്നോ, എല്ലാ സങ്കടങ്ങൾക്ക് പിന്നിലും ക്രിസ്തുവിൻ്റെ ബലവും അവൻ്റെ സ്നേഹത്തിൻ്റെ കരവുമുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നൊരു വാക്ക് ഞാൻ ഇപ്രകാരം കേട്ടിരിക്കുന്നു, അവൻ എന്നെ അടിച്ചാലും ആ അടിക്കുന്ന കരം സ്നേഹമുള്ളതാണല്ലോ എന്ന്. ഇതാണ് ആത്മീയത. ഈ ഭൂമിയിലെ ഒരു സഹനവും അതിൽ തന്നെ പൂർണ്ണമാകുന്നില്ല. ഓർക്കണം, ഓരോ സഹനത്തിൻ്റെ പിന്നിലും ഉത്ഥാനത്തിൻ്റെ ബലവും മഹത്വമുണ്ട്. ക്രിസ്തു നമ്മെ നയിക്കുന്ന സഹനത്തിൻ്റെ ആത്മീയത അതാണ്. സഹനത്തിലൂടെ രക്ഷയുടെ ബലവും ഉത്ഥാനത്തിൻ്റെ കൃപയും ക്രിസ്തു നൽകുന്നു. നമുക്കും കൂടുതൽ സ്നേഹത്തോടെ ക്രിസ്തു നൽകുന്ന ത്യാഗങ്ങളെ ഏറ്റെടുക്കാം. ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പിന്നിൽ ഉത്ഥാനത്തിൻ്റെ ബലമുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സഹനത്തിന് അർത്ഥമുണ്ടെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.